ഇന്ത്യൻ ഭരണഘടനയുടെ CRPC അനുസരിച്ച്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ഭാരത ന്യായ സംഹിത അനുസരിച്ച്, ഇപ്പൊ അതാണല്ലോ BNS ആണല്ലോ, ഭാരത ന്യായ സംഹിത അനുസരിച്ച് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ, ഏത് കുറ്റത്തിൽ അറസ്റ്റ് ചെയ്താലും 90 ദിവസത്തോളം മാത്രമേ ഇട്ടേക്കാൻ കഴിയുകയുള്ളൂ. 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുക്കണം. 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയാണ് 87 ദിവസം ആയപ്പോൾ ദിലീപ് അകത്ത് കടന്ന് 87 ദിവസമായപ്പോൾ ദിലീപിന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ 3 ദിവസത്തിനകത്ത് എന്തായാലും കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പുറത്തിറങ്ങി. ഇങ്ങനെ നോക്കുമ്പോൾ ശബരിമലയിലെ ചേട്ടന്മാരെല്ലാം കൂടി ഇങ്ങനെ കോടതികളെ കയറി ഇറങ്ങി, ഞങ്ങൾക്ക് 75 വയസ്സായി. ഒരാൾ എൻ വാസു പറയുന്നത് എനിക്ക് 75 വയസ്സായി. KP ശങ്കരദാസ് പറയുന്നത് എനിക്ക് 80 വയസ്സായി, എനിക്ക് അൾഷിമേഴ്സ് ആണ്, എനിക്ക് പനിയാണ്, സുഖമില്ല, പല ന്യായങ്ങൾ, പിന്നെ പക്ഷാഘാതമാണ്, ഇങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചേട്ടന്മാരെല്ലാം കൂടി കോടതിയിൽ പോയി. കോടതി ഓരോരുത്തരെയായിട്ടെടുത്ത് തൂരിയറിയുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി സാധാരണ നമ്മൾ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോട്ടീസ് അയക്കൽ പ്രക്രിയ ഉണ്ട്. നോട്ടീസ് അയക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കും, ഇത് കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള. ഇത് കോടതിയുടെ പടിവാതിലോട്ട് കൊണ്ട് ഈ അപേക്ഷ കയറുമ്പോൾ തന്നെ ജഡ്ജിമാർ പറയുന്നത് എടുത്തോണ്ട് പോടാ, ഇത് ഒരു കാരണവശാലും ദേവന്റെ കൊള്ളയാണ്, ദൈവത്തിന്റെ സ്വത്താണ്, നിങ്ങൾ അടിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇറങ്ങി പോയിനടാ എന്ന് പറയുന്ന രീതിയാണ് ഇന്ന് സുപ്രീം കോടതിയും വാസുവിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ മുരാരി ബാബുവിന്റെ കാര്യത്തിൽ, പത്മകുമാറിന്റെ കാര്യത്തിൽ, പിന്നെ അതുപോലെ തന്നെ ഗോവർദ്ധന്റെ കാര്യത്തിൽ ഇന്നലെ കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ കാര്യത്തിൽ പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ കഴിഞ്ഞ 3-4 മാസമായി, അതായത് 70-75 ദിവസം കൊണ്ടായി അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരാളിനെ പോലും ജാമ്യം കൊടുക്കാനുള്ള അപേക്ഷ കൂടി ചെല്ലുമ്പോൾ അത് ബദറുദ്ദീന്റെ ബെഞ്ചാകട്ടെ, ഹൈക്കോടതിയിലെ അതിരൂക്ഷമായ വിമർശനമാണ് വരുന്നത്. കാരണം തമാശ എന്താണെന്ന് വെച്ചാൽ ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് ഇന്നലെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ചെന്നത് ഈ ഉണ്ണികൃഷ്ണൻ പത്മകുമാറിന്റെ മുരാരി ബാബുവിന്റെ ഒക്കെ ആണെങ്കിലും അതിൽ പോലും KP ശങ്കരദാസിനെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതിൽ പോലും സംസാരിച്ചുകൊണ്ട് അയാൾക്ക് എന്താണ് കുഴപ്പം, മാനസിക രോഗമാണെങ്കിൽ ഉളമ്പാറ കൊണ്ട് ചികിത്സിക്കണം എന്നുള്ള രീതിയിൽ ബദറുദ്ദീൻ സംസാരിച്ചു. അപ്പോൾ ജാതി മതവും വർണ്ണവും ഒന്നും നോക്കാതെ തന്നെ എല്ലാ വിഭാഗത്തിലെ ജഡ്ജിമാരും അതിശക്തമായ രീതിയിലാണ് ഉത്തരവുകൾ ഇറക്കുന്നത്. ആ ഉത്തരവുകളിൽ പറയുന്നത് ഒരാളിന് പോലും ഇതുവരെ ജാമ്യം കൊടുത്തിട്ടില്ല. ഇനി 70 ദിവസമായി ഈ പിന്നെ എൻ വാസു കടന്നിട്ട്, അതെ ഞാൻ വെറും കമ്മീഷൻ മാത്രമാണ്, ഞാനത് അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ കൊള്ളയല്ലേ ചെയ്തത്, ദൈവത്തിന്റെ കൊള്ളയടിച്ചപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു, എന്ത് കമ്മീഷണറായിരുന്നു, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ജാമ്യം കൊടുത്തില്ല. അത് സമ്പൂർണമായി പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേൾക്കാൻ പോലും 2 മിനിറ്റോ 3 മിനിറ്റോ കേൾക്കാൻ പോലും കോടതി തയ്യാറാകാതെ എടുത്ത് ദൂരെ എറിഞ്ഞു പേപ്പറുകൾ. അങ്ങനെ തന്നെ പറയാം, അത് വലിച്ചെറിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരുത്തന് പോലും ജാമ്യം കൊടുത്തിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 90 ദിവസം ഓരോരുത്തരും 90 ദിവസം കിടന്നേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിർബന്ധമായും 90 ദിവസം കിടന്നേ കഴിയൂ. അതിനിടയിൽ കുറ്റപത്രം കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കടകംപള്ളിയുടെ വിഷയം കയറി വരുന്നു, രാജു അബ്രഹാമിന്റെ വിഷയം കയറി വരുന്നു, ഓരോരുത്തരുടെ വിഷയങ്ങൾ ഇതിനെ കയറി വരുന്നു. കടകംപള്ളി ഇപ്പൊ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, രാജു അബ്രഹാം പറയുന്നത് എന്താണ്, ഞാൻ അന്നത്തെ സംഭവമല്ലേ, ഞാൻ ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ശബരിമല കട്ടിലിൽ കിടന്നുകൊണ്ടാണ്, ശബരിമലയിൽ കട്ടിലിരുന്നുകൊണ്ടാണ് ഈ അച്ഛൻ വാങ്ങിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ സമ്മാനം വാങ്ങിക്കുന്നത് കട്ടിലിരുന്നോണ്ട്. ഈ പറയുന്നതിനൊക്കെ ഒരു ന്യായം വേണ്ടേ? അവസാനം പറയുന്നത് രണ്ടാമത് പറയുകയാണ്, അത് അടുത്ത പോയിന്റ് പറഞ്ഞതാണ്, അത് പിന്നെ രണ്ടാമത്തെ ഫോട്ടോ ഈ ശബരിമലയിൽ കയറിക്കൂടാത്ത പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഫോട്ടോ കൂടി വന്നപ്പോൾ പറയുകയാണ്, അയ്യോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതുവഴി പോയപ്പോൾ ഇതുവഴി വന്നു, അങ്ങോട്ട് കയറിയപ്പോൾ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുളുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ അടുത്ത രാജുവിന്റെ വിക്കറ്റ് വീഴുമ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ 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 വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തരും ജാമ്യമില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇതിനിടയിൽ അസംബ്ലിയിലാണെങ്കിൽ VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് എല്ലാം കൂടി ചാടി പുറത്തിറങ്ങി നിയമസഭ സമർപ്പിച്ചുകൊണ്ട് വാസവൻ രാജിവെക്കണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ട്, ആ ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ട് വലിയ സമരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, മുൻ എം എൽ എ രാജീവ് അബ്രഹാമിനെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ വാസവൻ രാജിവെക്കണം, പ്രശാന്തിനെ ചവിട്ടി പുറത്താക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതുപോലെ പുറത്താക്കുകയും ചെയ്തു K ജയകുമാറായി. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കാണ് പോയിരിക്കുന്നത്. അതിനകത്ത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കള്ളന്മാരെയും മോഷണക്കാരെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ പോകുമ്പോൾ ചില അനുകൂലമായ നല്ല വക്കീലിനെയൊക്കെ വെച്ച്, സാമ്പത്തികം കൊടുത്ത് നല്ല വക്കീലിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിയും വിചാരിക്കും, ഇത്രയും വലിയ വക്കീൽ കൊണ്ടുവന്നതല്ലേ കേസ്, അദ്ദേഹത്തെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞ് ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് നോക്കും. എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് നോക്കി
ജാമ്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ ജാമ്യം കൊടുക്കും. കുറച്ച് ദിവസം കിടത്തിയല്ലോ മതി എന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കും. പക്ഷെ ഇവിടെ ഒരു ലൂപ്പ് ഹോൾസും ആരും നോക്കുന്നില്ല. ചെല്ലുന്നതിന് മുമ്പ് തന്നെ, കേൾക്കുന്നതിന് മുമ്പ്, ശബരിമല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ബെയിലില്ല, ജാമ്യമില്ല, അകത്ത് കിടക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനിടയ്ക്ക് വേറൊരു പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇതിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. ഇ ഡി ഇന്ന് 2 ദിവസമായിട്ട് ഇ ഡിയുടെ റഡാറിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഏത് നിമിഷവും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഇ ഡി സാധ്യതയുണ്ടെന്നാണ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇ ഡിയുടെ റഡാറിൽ കടകംപള്ളി കയറിയെന്നും ചെറിയ വാർത്തയല്ല. കൃത്യമായി കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ശബരിമല കേസ് സാധാരണ ഒരു കേസാണെങ്കിൽ കുറെ ദിവസങ്ങൾ, ഇപ്പൊ 70 ദിവസത്തിൽ കൂടുതലായി, 90 ദിവസത്തോളം ആകുന്നു. ആദ്യത്തെ ഉണ്ണികൃഷ്ണൻ പോസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം കഴിഞ്ഞു, ഒരു 100 ദിവസത്തിലേക്ക് അടുക്കുന്നു, അപ്പൊ സെഞ്ചുറിയിലേക്ക് പോകുന്നു. അപ്പൊ സാധാരണ ഒരു കേസാണെങ്കിൽ ഇത് കുറഞ്ഞു പോകും, ഇതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. പക്ഷേ ഇതിങ്ങനെ വൈഡായി ക്യാൻവാസ് വലുതായി പോകുന്നു എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും അകത്തായവരെ പുറത്തു വിടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ ആളുകളെ അകത്താക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 13 പേരെന്നുള്ളത് 35 പേരായിട്ടുണ്ട്. അതിലിപ്പോഴത്തെ പേരുകളുടെ പരമ്പര തന്നെ വന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ, രാജീവ് അബ്രഹാമിന്റെ പേര് വന്നു, കടകംപള്ളിയുടെ പേര് വന്നു, പ്രശാന്തിന്റെ പേര് വന്നു, വാസവന്റെ പേര് വരുന്നു, അടൂർ പ്രകാശിന്റെ പേര് വരുന്നു, സോണിയാഗാന്ധിയുടെ പേര് വരുന്നു, ആന്റണിയുടെ പേര് വരുന്നു. ഇനി ഫോട്ടോകൾ ഒരുപാട് പുറത്ത് വരാനുണ്ട്. ആ ഫോട്ടോകൾ പുറത്ത് വരുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ പങ്കെടുത്ത് ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇന്നലെ വരെ ഈ ചാനലുകൾ രാജീവ് അബ്രഹാമിന്റെ ഫോട്ടോ പുറത്ത് വിടുന്നത് വരെ സേഫ് സോണിൽ നിന്ന ആളാണ് രാജീവ് അബ്രഹാം. പക്ഷെ ഇന്ന് വീണതല്ലോ കിടക്കുന്നു, ധരണിയിൽ വിക്കറ്റ് വീണ് പിന്നെ ഹിറ്റ് വിക്കറ്റായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൂടാ പിടിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുകയാണ്. ആ ഉരുളലിൽ നിന്നും ഒരു കാര്യമില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല കേസ് മറ്റൊരു മാനത്തിലേക്ക് കയറുകയാണ്. SIT അതിന്റെ 4ാം ഘട്ടത്തിലേക്ക് കയറിയിരിക്കുന്നു. ഈ 4ാം ഘട്ടത്തിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യും എന്നറിയാൻ കോടതിക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല, ഈ കോടതികൾ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യനിശ്ചിതമായ വിമർശനമാണ് ഓരോ കേസിലും എല്ലാവരെയും ചുറ്റിപ്പറ്റി കോടതി പറയുന്നു എന്നുള്ളത്. ഇതെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ എല്ലാവർക്കും വലിയ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയിലേക്കാണ് ശബരിമല കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമലയുടെ ദേവസ്വം ബോർഡ്, ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ബെഞ്ചായാലും, ബദറുദ്ദീനെ പോലെയുള്ള ബെഞ്ചുകളായാലും, മജിസ്ട്രേറ്റ് കോടതിയിലെ ബെഞ്ചുകളായാലും, സുപ്രീം കോടതി ബെഞ്ചായാലും ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങൾക്കാർക്കും തന്നെ സ്വാഭാവികമായി കിട്ടുന്ന കാര്യങ്ങളല്ലാതെ ഒരു സ്പെഷ്യൽ കേസിലൂടെ നിങ്ങൾക്കൊരുത്തർക്കും ജാമ്യം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.